ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നു. പശ്ചിമേഷ്യ വീണ്ടും മുൾമുനയിൽ. ഇറാനും ഇസ്രായേലും തമ്മിൽ തുടരുന്ന സംഘർഷം ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? ഇന്ധനവില ഉയരുമോ? നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ എന്താകും എഫക്റ്റ്? ആഗോള സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കുമോ? യുദ്ധം നടക്കുന്നത് പശ്ചിമേഷ്യയിലാണെങ്കിലും അത് ലോകത്തെ പല രീതിയിലും ബാധിക്കുന്നുണ്ട്. ഇസ്രായേൽ ഇറാന്റെ എണ്ണപ്പാടങ്ങളിൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ തന്നെ ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയർന്നിരുന്നു. ഇതിനു തിരിച്ചടിയായി ഇറാൻ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് വാർത്തകൾ. ഇറാന്റെ പക്കൽ വജ്രായുധമായി ഹോർമൂസ് കടലിടുക്കും. സംഘർഷം തുടർന്നാൽ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. ഹോർമൂസ് നിർണായകമാകുന്നത് എങ്ങനെ? ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കുന്നത് എന്തുകൊണ്ട്? ലോകത്തിന്റെ ആകെ എണ്ണ വിതരണത്തിന്റെ 4/1 കടന്നു പോകുന്ന ഒരിടുങ്ങിയ ജലപാത. ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് 33 കിലോമീറ്റർ മാത്രം വീതി. പേർഷ്യൻ ഗൾഫിനെ അറേബ്യൻ കടലിടുക്കുമായി ബന്ധിപ്പിക്കുന്ന ഇറാനും ഒമാനും ഇടയിലുള്ള കടൽപാതയാണ് ഹോർമൂസ് കടലിടുക്ക്. പ്രതിദിനം 17 മുതൽ 20 ദശലക്ഷം ബാരൽ എണ്ണ ഈ പാതയിലൂടെ കടത്തുന്നുണ്ട്. പേർഷ്യൻ ഗൾഫിലുള്ള എണ്ണ കയറ്റുമതി രാജ്യങ്ങൾക്ക് ഈ പാതയിലൂടെ അല്ലാതെ സമുദ്രത്തിലേക്ക് പ്രവേശിക്കാനാകില്ല. ഇതാണ് ഇറാന്റെ തുറുപ്പുചീട്ട്. പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കിലെ അംഗരാജ്യങ്ങൾ ഇറാൻ, ഇറാഖ്, കുവൈത്ത്, സൗദി അറേബ്യ, UAE തുടങ്ങിയവർ അവരുടെ ക്രൂഡ് ഓയിലിന്റെ ഭൂരിഭാഗവും കയറ്റുമതി ചെയ്യുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചാൽ എന്ത് സംഭവിക്കും? ഈ ഇടുങ്ങിയ ജലപാത അടച്ചാൽ അത് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കും. ഹോർമൂസ് കടലിടുക്കിന് ഒരു ബദൽ ഇല്ല എന്നതാണ് സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്നത്. ഈ കടലിടുക്ക് അടച്ചാൽ പാതയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇന്ത്യയെ പോലെ ഊർജ്ജ രാജ്യങ്ങളെ ഇത് ഗുരുതരമായി ബാധിക്കും. ആഗോള മാർക്കറ്റിൽ പെട്രോളിയം ലഭ്യതയിൽ വലിയ കുറവുണ്ടാകും. ഇത് വിപണിയിൽ പെട്രോൾ വില നിയന്ത്രിക്കാനാകാതെ കുതിക്കുന്നതിലേക്ക് നയിക്കും. ആവശ്യമുള്ളതിന്റെ 85 മുതൽ 90% വരെയും എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടരുമ്പോഴും ഇന്ത്യക്ക് ഇന്ധന ദൗർലഭ്യം നേരിടേണ്ടി വരില്ലെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കുന്നത്. ഇറക്കുമതി കൂടാതെ തദ്ദേശീയമായി ഇന്ത്യ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പക്കൽ വേണ്ടത്ര ക്രൂഡ് ഓയിൽ ശേഖരമുണ്ട്. ക്രൂഡ് ഓയിലിനായി രാജ്യത്തിന് നിരവധി ശൃംഖലകൾ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അടുത്ത 3 മാസത്തേക്കുള്ള ഇന്ധനം നമ്മുടെ പക്കലുണ്ട്. അതിനാൽ ഇന്ധന വില വർധനവ് ഉണ്ടാകില്ലെന്ന് കേന്ദ്രം പ്രതീക്ഷിക്കുന്നെന്നും മന്ത്രി വ്യക്തമാക്കി. ഇറാൻ ഇസ്രായേൽ പ്രതിസന്ധി രൂക്ഷമായാൽ എന്ത് സംഭവിക്കും? ദീർഘകാലാടിസ്ഥാനത്തിൽ LNG വില ഉയർന്നേക്കാം. ആഗോള എണ്ണവിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചേക്കും. സാമ്പത്തിക വളർച്ചാ നിരക്ക് കുറഞ്ഞേക്കും. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായേക്കും. ക്രൂഡ് ഓയിൽ വിലയിലെ ഡോളറിന്റെ വർധനവ് പണപ്പെരുപ്പം വർദ്ധിപ്പിക്കും. രൂപയുടെ മൂല്യം ഇടിയും. അങ്ങനെ മൂല്യം ഇടിഞ്ഞാൽ ഇറക്കുമതി ചെലവ് വർദ്ധിക്കും. എണ്ണവില വർദ്ധിച്ചാൽ അത് ഭക്ഷണം, വസ്ത്രം തുടങ്ങി അവശ്യ വസ്തുക്കളുടെ വില ഉയരാനും കാരണമാകും. ആഗോളതലത്തിൽ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ? ഇറാന്റെ എണ്ണയെ കാര്യമായി ആശ്രയിക്കുന്ന ചൈന മുതൽ ഗൾഫ് LNGയെ ആശ്രയിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ വരെ പ്രതിസന്ധിയുടെ നിഴലിലാണിപ്പോൾ. ജപ്പാനിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കും. കാരണം ആവശ്യമുള്ളതിന്റെ 90% എണ്ണയും ജപ്പാൻ ഇറക്കുമതി ചെയ്യുകയാണ്. എണ്ണവില കൂടിയാൽ അത് അവിടുത്തെ വ്യവസായങ്ങളെയും സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കും. അമേരിക്കയിലാണെങ്കിലും വർദ്ധിക്കുന്ന എണ്ണവില പണപ്പെരുപ്പം വീണ്ടും ഉയരാൻ കാരണമായേക്കും. ഇറാന്റെ മിത്രമാണ് ചൈന. എന്നാൽ ഹോർമൂസ് കടലിടുക്കിൽ തടസ്സമുണ്ടാകാൻ ചൈനയും ആഗ്രഹിക്കില്ല. കാരണം അതിലെ പ്രശ്നങ്ങൾ ചൈനയിലേക്കുള്ള എണ്ണവരവിനെയും ബാധിക്കും എന്നതുതന്നെ. ഹോർമൂസ് കടലിടുക്കിലെ ഒരു ചെറിയ തടസ്സം പോലും ആഗോള വിതരണ ശൃംഖലയെ തകിടം മറിക്കാൻ പര്യാപ്തമാണ്. എണ്ണവില ബാരലിന് $5 മുതൽ $10 വരെ ഉയർന്നേക്കാം. ലോകമെമ്പാടും പണപ്പെരുപ്പം രൂക്ഷമാകാനും ഇടയായേക്കും. അതിനാൽ തന്നെ ഹോർമൂസിലെ ഓരോ ചലനവും ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ.